കിഡ്സ് ടോപ്പാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് വൺ സൈഡ് ഷോൾഡർ മാത്രമുള്ള ഒരു അടിപൊളി മോഡേൺ ആയിട്ടുള്ള ടോപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിതാസ് ക്രിയേഷൻ. ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സ്കേർട്ടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ സാരി ഗൗൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ക്ലോത്തൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പല തിരക്കുകളും കാരണം എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കുറച്ച് സമയത്തോടെ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. ഇൻഷാ അല്ലാ ഒന്നോ രണ്ടോ വീഡിയോ കഴിഞ്ഞ ഉടനെ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ എഴുതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ സമയം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് കളേഴ്സിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, പക്ഷേ ഈ ഒരു കളറിലുള്ള ടോപ്പ് മകൾക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഒരു കളർ ചെയ്യാമെന്ന രീതിയിൽ എൻ്റെ ഷെൽഫിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു സ്റ്റിച്ചിങ് റൂമിൻ്റെ ഒരു ടൂർ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതുപോലെ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്, കുറച്ച് ക്ലോത്തുകൾ മാറിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിതാ ഈ ഒരു ക്ലോത്താണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഇതുപോലെ ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് സാറ്റിൻ ക്ലോത്താണ്. അതിൻ്റെ കൂടെ ലൈനിങ്ങും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ലൈനിങ്ങിന് പകരം സാറ്റിൻ ക്ലോത്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്രേപ്പോ അതുപോലെ കോട്ടൺ ലൈനിങ്ങോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ക്ലോത്തിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏതളവിലാണ് ഫോൾഡ് ചെയ്തത് എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. അതുകൂടാതെ തന്നെ സാറ്റിൻ ആയതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ക്രോപ്പ് ടോപ്പ് രീതിയിലാണ് ഞാൻ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു 5 വയസ്സായ കുട്ടിയുടെ അളവിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എനിക്ക് വേണ്ടുന്ന ഇറക്കം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടുന്നത്. ലൈനിങ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ മുകളിൽ ഷോൾഡർ ചെയ്യാൻ 1/2 ഇഞ്ചും താഴെ ഫോൾഡ് ചെയ്യുന്നില്ല, നമ്മൾ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 ഇഞ്ചും ടോട്ടൽ നമുക്ക് വേണ്ടുന്ന ഇറക്കം പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 12 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വീതി നോക്കാം. വീതി എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പാണ്. തയ്യൽ തുമ്പ് 1, 1.5 ഇഞ്ചോ 2 ഇഞ്ചോ വരെ കൂട്ടാട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. എനിക്ക് 4.5 ഇഞ്ചാണ് വേണ്ടത്. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അവിടുന്ന് താഴ്വശത്തേക്ക് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. അതും നമ്മുടെ ഷോൾഡർ എത്രയാണോ അത് തന്നെയാണ് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളത് ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വീതി 2.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. ഇവിടെ ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കുറച്ചിട്ട് 2 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. സാധാരണ നിങ്ങൾ എത്രയാണോ നെക്കിൻ്റെ അളവെടുക്കുക അത് തന്നെ എടുത്ത് മാർക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റിൻ്റെ വീതിയാണ്. അപ്പോൾ എനിക്ക് വേണ്ടുന്ന ചെസ്റ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. ഈ 6.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 7.5 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും താഴ്വശത്തെ വീതി മാർക്ക് ചെയ്യാം. അവിടെ എനിക്ക് വേണ്ടത് 6 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 7 ഇഞ്ചാണ് കേട്ടോ ഞാനവിടെ താഴ്വശത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ നോർമലായിട്ട് എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നെക്കിൻ്റെ വീതി മാത്രമേ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഇറക്കം ജസ്റ്റ് ഇനി നിങ്ങൾ ആർക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ നെക്കിന് ഒരു ഇമ്പോർട്ടൻറ്റും ഇല്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ 1 സൈഡ് ഷോൾഡറാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു 2 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വെക്കുക. ഫ്രണ്ടും ബാക്കും ഒക്കെ സെയിം അളവിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ആം ഹോളും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഒന്നും വേണ്ട, ജസ്റ്റ് മാർക്ക് ചെയ്തതൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ആക്കി കൂടി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നുകൂടി കട്ട് ചെയ്യണം, കാരണം നമുക്കൊരു വശത്ത് മാത്രമേ ആ ഷോൾഡർ വേണ്ടതുള്ളൂ. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നെക്ക് മാർക്ക് ചെയ്തില്ലേ, ആ നെക്ക് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഇതുപോലെ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക്
ഒന്നുകൂടി നോക്കുക. നമ്മൾ നെക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ആം ഹോളിൻ്റെ എൻഡ് വരെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ മാർക്ക് ചെയ്ത പോയിന്റ് നമ്മൾ കട്ട് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ക്ലോത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പേടി ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലോത്തിൽ കട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ക്ലോത്തിൻ്റെ പീസ് ഇതിലേക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു പീസ് വെച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തത്. കട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്നിട്ട് കൃത്യമായിട്ട് നമ്മളിതാ കറക്റ്റായിട്ട് ആ ഒരു നെക്ക് വരുന്ന പോയിന്റ് വരെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരിക്കലും ഷോൾഡറിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലൊന്നും കട്ടിങ് വരാൻ പാടില്ല. ഈ കാണുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കറക്റ്റ് ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ പോയിന്റില്ലേ അതൊന്ന് നോക്കുക. എന്നിട്ട് അത് നേരെ താഴ്വശത്ത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായി വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്കവിടെ ഒരു സ്ട്രാപ്പ് കൊടുക്കണം കേട്ടോ, ആ ഒരു സൈഡിൽ. അതിന് വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ പിടിച്ചിട്ട് ജസ്റ്റ് ഒരു കട്ടിങ് കൊടുക്കുക കേട്ടോ. കാരണം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പോയിന്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി വെക്കാം. എന്നിട്ട് ഇതേ അളവിൽ തന്നെ നമുക്ക് ലൈനിങ് പോർഷനും കൂടി കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിന് പുറമെ നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു 2 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. അത് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഒരു 2 ഇഞ്ച് വരുന്ന ഒരു പീസ് എടുക്കാം. ഇതിൻ്റെ നീളം നമ്മൾ കണ്ടെത്തുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ഷോൾഡർ പീസിൽ അതെടുക്കാം. എന്നിട്ട് അത് എത്ര ഇറക്കത്തിലുള്ളതാണെന്ന് കൃത്യമായിട്ട് നോക്കാം. ഇവിടെ ഇപ്പോൾ 4.5 ഇഞ്ചാണ് വരുന്നത്. ഈ 4.5 ഇഞ്ച് അങ്ങനെ തന്നെ എടുക്കാം. ഇവിടെ തയ്യൽ തുമ്പ് ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. എന്നിട്ട് അത് ഫ്രണ്ട് പോർഷനിലേക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ അളന്നത്. നമുക്ക് ബാക്ക് പോർഷനിലും വേണ്ടേ. ബാക്ക് പോർഷൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തതാണല്ലോ. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ 9 ഇഞ്ചാണ്. ഈ 9 ഇഞ്ച് നീളത്തിലാണ് ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്കിതിനെ നല്ല വശത്തു കൂടി ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ അതും ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ഇതിനെ ഇതുപോലെ തിരിച്ച് നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം കേട്ടോ. ഇപ്പം നമ്മളത് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സേഫ്റ്റി പിന്നൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ ഒരു പീസ് ക്ലോത്തില്ല അതിനെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് നല്ല ഫ്ലാറ്റ് ആക്കി വെക്കണം. ഈ ഒരു സ്റ്റിച്ചിങ് പോയിന്റ് കണ്ടോ, ഈ ഒരു ഭാഗം താഴ്വശത്തേക്ക് വരുന്ന വിധം വെക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിന്റിലേക്ക് നമ്മുടെ ഈ ഒരു പീസ് ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശത്തേക്ക് ഈ ബാൻഡിൻ്റെ നല്ല വശം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് പോർഷനും കറക്റ്റായിട്ട് വെക്കുക. നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തേക്കാണ് ഇപ്പോൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വിരൽ പോകുന്ന ഭാഗം കണ്ടോ, ആ ഒരു ഭാഗത്തു കൂടി ആം ഹോളിൻ്റെ ഭാഗം വരെ കൃത്യമായി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് നമ്മൾ നെക്കിന് ചെയ്യുന്നത് പോലെ കട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. അതിന് ശേഷം നമുക്ക് ആം ഹോളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു സ്ട്രാപ്പ് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ തന്നെ ആ നെക്കിൻ്റെ പോർഷനൊക്കെ കറക്റ്റായിട്ട് നിൽക്കും. ഇനി ഞാൻ ഇതിനെ വീണ്ടും പഴയതുപോലെ മോശം വശത്തേക്ക് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇതുപോലെ ഈ ഒരു നെക്കിൻ്റെ പോർഷൻ ചെയ്യുക. അതിന് ശേഷം കൃത്യമായി വെച്ചിട്ട് ആം ഹോളിൻ്റെ ആ ഒരു പോർഷനും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇവിടെ നമ്മൾ സ്ലീവ് ഒന്നും വെക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആം ഹോളും നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡും നമ്മൾ നേരത്തെ നെക്കിന് ചെയ്തതുപോലെ തന്നെ 1-2 കട്ടിട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് നമുക്ക് തിരിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളതും കൃത്യമായി തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി താഴ്വശം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായി അയൺ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പോർഷൻ എടുക്കാം. ബാക്ക് പോർഷനും ഇതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ ലൈനിങ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിതാ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് അവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട് ലൈനിങ്ങിൽ. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് പോയിൻ്റ് വരുന്ന ആ ഭാഗമില്ല സ്ട്രാപ്പിൻ്റെ, അത് ഈ മോശം വശത്ത് വെച്ചിട്ട് ജസ്റ്റ് അവിടെ ജോയിൻ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ മെയിൻ ഫാബ്രിക് എടുത്തിട്ട് കറക്റ്റായിട്ട് എങ്ങനെയാണോ നെക്കിൻ്റെ പോർഷൻ വരുന്നത് ആ ഒരു രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അതിൻ്റെ നെക്ക് പോർഷൻ മുതൽ ആ ഒരു ആം ഹോൾ വരുന്നത് വരെയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും താഴ്വശം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. അതും ഇതുപോലെ മോശം വശത്ത് വെച്ചിട്ട് തന്നെ ചെയ്യുക. അതായത് ഉൾവശത്ത് രണ്ടും ലൈനിങ്ങിൻ്റെയും മെയിൻ പോർഷൻ്റെയും നല്ല വശം വെക്കുക. അതിനുശേഷം ഇതുപോലെ കൃത്യമായിട്ട് നമ്മുടെ ബാക്ക് പോർഷന് ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ താഴ്വശത്തെ സ്റ്റിച്ചിങ് കൂടി കൊടുക്കുക. ഫ്രണ്ടും ബാക്കും ഇതേപോലെ തന്നെ താഴെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിത് തിരിച്ചിടുന്നത് ഈ കാണുന്നത് പോലെ നമ്മുടെ കൈ ആ ഒരു സൈഡിലുള്ള ഹോളിലൂടെ എടുത്തിട്ട് കൃത്യമായിട്ട് പുറത്തേക്കിടുക. ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. ഇനി നമ്മളിത് കൃത്യമായിട്ട് വെക്കുക. അതിന് ശേഷം ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ ഒന്നിച്ച് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയി വെക്കാതെ ഒന്നിച്ച് വെക്കുക. രണ്ടിൻ്റെയും നല്ല വശമായിരിക്കണം കേട്ടോ നമ്മൾ വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ, അതായത് ഷോൾഡർ ഒരു 1/2 ഇഞ്ചായിരിക്കും തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടാവുക. ആ ഒരു 1/2 ഇഞ്ച് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളത് കൃത്യമായി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ 2 സൈഡും ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. കണ്ട, ഇതുപോലെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്ത് അതിനെ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് ഇവിടെ ചെയ്യുന്നത് പോലെ റൗണ്ടായിട്ട് നമുക്ക് നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ സെൻറ്ററിൽ വെച്ചൊന്ന് ഫോൾഡ് ചെയ്യുക. വീണ്ടും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രസ്സിൻ്റെ ആ ഒരു സൈഡിൽ വെച്ചിട്ട് ഒന്ന് തുന്നിക്കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ തുന്നിക്കൊടുക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ആ ബീഡ് പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആ സ്ട്രാപ്പ് മുഴുവനും ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ബീഡിൻ്റെ ആവശ്യമില്ല, പക്ഷെ തുന്നാൻ നിൽക്കണ്ട എന്ന് കരുതിയിട്ട് ജസ്റ്റ് ബീഡൊന്ന് പഞ്ച് ചെയ്തിട്ട് അവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. ആ ബീഡ്സ് കാണാനൊന്നും പറ്റില്ല. ഈ ഒരു പഞ്ചിങ് മെഷീൻ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ബീഡ് പഞ്ച് ചെയ്തിട്ട് അതവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് തുന്നിക്കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സെക്കൻഡ് പീസ് എടുക്കാം. അതും ഇതുപോലെ സെൻറ്ററിൽ വെച്ച് ഫോൾഡ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ അവിടെ ഫിക്സ് ചെയ്തില്ലേ, തുന്നിക്കൊടുത്തില്ല, ആ ഒരു പീസിൻ്റെ മുകളിലേക്ക് ഒരു കുറച്ച് ഭാഗം മുകളിലേക്ക് കയറ്റിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സെക്കൻഡ് വൺ നമ്മൾ ചെയ്തു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഓരോ പീസും എടുത്തിട്ട് ചെയ്ത് കൊടുക്കാം. ആ ഒരു സ്ട്രാപ്പ് മുഴുവനായിട്ടും ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് പീസിൽ നിന്നും കുറച്ച് കയറ്റിയിട്ടാണ് സെക്കൻഡ് പീസ് വെച്ചത്. അതുപോലെ തേർഡ് പീസ് അതിനേക്കാളും കുറച്ച് കയറ്റി വെക്കുക. അങ്ങനെ നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിതാ മുഴുവനായിട്ടും ആ ഒരു സ്ട്രാപ്പിൻ്റെ ഷോൾഡർ വരെയുള്ള ഫ്രണ്ട് പോർഷൻ മുഴുവനായിട്ടും നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്നുകൂടി ഇതിനെ ഹൈലൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് അവിടെ ആയിട്ട് കുറച്ച് ബീഡ്സ് പഞ്ച് ചെയ്ത് കൊടുക്കുകയോ അതുപോലെ തന്നെ ഒന്ന് തുന്നിക്കൊടുക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബീഡ്സ് ഒന്ന് പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് പേളാണ് കേട്ടോ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഡിസൈൻ ചെയ്തെടുത്ത ആ ഒരു ഡ്രസ്സ്. സ്കേർട്ടിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തു. ടോപ്പും ഇപ്പോൾ ഞാൻ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹെയർ ബാൻഡും ചെയ്തിട്ടുണ്ട്. വൈറ്റ് റിബൺ വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണിത്. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ബൈ, ടേക്ക് കെയർ.